മണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? അതെ, നിങ്ങൾക്കെല്ലാവർക്കും ഉറുമ്പുകളെ അറിയാമല്ലോ അല്ലേ? ഇത്തിരി കുഞ്ഞൻ ഉറുമ്പുകൾ. ഇന്നേ ഒരു ഉറുമ്പിന്റെ കഥ പറയാം. ഉറുമ്പു കഥകൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രസകരമായ ഒരു പുസ്തകമുണ്ട്. മാതൃഭൂമിയുടെ മിന്നാമിന്നിയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഉറുമ്പ് കഥകളിൽ നിന്നും ഒരു കഥയാണ് ഇന്ന് വായിക്കുന്നത്. കൊതിയൻ കുട്ടനുറുമ്പ്, ഇതാണ് കഥയുടെ പേര്. കുട്ടൻ എന്നു പേരുള്ള ഒരു ചോണനുറുമ്പുണ്ടായിരുന്നു. അവൻ പാവമായിരുന്നെങ്കിലും മധുരക്കൊതിയനായിരുന്നു. പഞ്ചസാര കണ്ടാൽ അവനെല്ലാം മറക്കും. ഒരു ദിവസം കുട്ടനുറുമ്പ് ഒരു ഇടവഴിയിലൂടെ അങ്ങനെ പോവുകയായിരുന്നു. രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയ അവനാണെങ്കിലോ നല്ല വിശപ്പുമുണ്ടായിരുന്നു. അപ്പോഴാണ് വികൃതിക്കുട്ടാപ്പി അങ്ങാടിയിൽ നിന്നും സഞ്ചി നിറയെ സാധനങ്ങളുമായി നടന്നു വരുന്നത്. അവനേതോ മൂളിപ്പാട്ടും പാടി കയ്യിലെ സഞ്ചിയും ആട്ടിയാണ് വരുന്നത്. സഞ്ചി നിറയെ എന്തെല്ലാമോ സാധനങ്ങളുണ്ട്. പിന്നാലെ കൂടിയാൽ വല്ലതും കിട്ടാതിരിക്കില്ല. കുട്ടനുറുമ്പ് മെല്ലെ കുട്ടാപ്പിയുടെ പിന്നാലെ വെച്ചു പിടിച്ചു. കുട്ടനുറുമ്പ് നോക്കുമ്പോൾ കുട്ടാപ്പിയുടെ സഞ്ചിയുടെ മൂലയിലുള്ള ചെറിയ ദ്വാരത്തിലൂടെ പഞ്ചസാരത്തരികൾ പുറത്തേക്ക് ഊർന്നു വീഴുന്നുണ്ട്. കൊതിയൻ കുട്ടന്റെ നാവിൽ വെള്ളമൂറി. ഹായ്, പഞ്ചസാര പഞ്ചസാര! കുട്ടനുറുമ്പ് വെള്ളമിറക്കി. കുട്ടൻ കുട്ടാപ്പിയുടെ പിന്നാലെ തന്നെ കൂടി. പുറത്തേക്ക് ഊർന്നു വീഴുന്ന പഞ്ചസാര മണികൾ തിന്ന് രസിച്ചങ്ങനെ നടന്നു. കുട്ടാപ്പിയുണ്ടോ ഇതെങ്ങാനും അറിയുന്നു? നടന്ന് അവൻ കുട്ടാപ്പിയുടെ വീട് വരെ എത്തി. വയറ് നിറഞ്ഞെങ്കിലും കുട്ടനുറുമ്പിന് പിന്നെയും കൊതിയടങ്ങിയില്ല. അപ്പോഴേക്കും കുട്ടൻ കൂട്ടുകാരെയെല്ലാം വിവരമറിയിച്ച് കൂടെ കൂട്ടിയിരുന്നു. കുട്ടാപ്പിയുടെ വീടെത്തുമ്പോഴേക്കും ഉറുമ്പുകളുടെ ഒരു കൊച്ചു ഘോഷയാത്രയായി അത് മാറിയിരുന്നു. സഞ്ചി അടുക്കളയിൽ കൊണ്ടുവച്ച് കുട്ടാപ്പി നേരെ കളിക്കാൻ പോയി. അമ്മ വന്ന് സഞ്ചിയിൽ നിന്നും സാധനങ്ങൾ ഓരോന്നെടുത്ത് പുറത്തു വെച്ചപ്പോൾ പഞ്ചസാര പൊതി കണ്ട് അന്തം വിട്ടു. അവർ കുട്ടാപ്പിയെ നീട്ടി വിളിച്ചു. എടാ കുട്ടാപ്പി, കുട്ടാപ്പി, നീ ഈ പഞ്ചസാരയൊക്കെ എന്തു ചെയ്തതാ? അയ്യോ, ഇതിൽ പകുതി പോലും ഇല്ലല്ലോ. കുട്ടാപ്പിയുടെ അമ്മ പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടാപ്പി അപ്പോഴേക്കും കളിക്കാനായി സ്ഥലം വിട്ടിരുന്നു. പാതിയും കാലിയായ പഞ്ചസാരപ്പൊതിയിൽ ചോണനുറുമ്പുകളുടെ ഒരു കടല് തന്നെ ഉണ്ടായിരുന്നു. കുട്ടാപ്പിയുടെ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം, എന്റെ പഞ്ചസാര മുഴുവൻ തിന്നു തീർത്ത കൊതിയന്മാര്. അവർ പഞ്ചസാര പൊതിയെടുത്ത് കത്തുന്ന അടുപ്പിന് ചേർത്തങ്ങ് വെച്ചു. ചൂടുകൊണ്ട് സഹിക്കാനാവാതെ പാവം കുട്ടനും കൂട്ടുകാരും ചിതറിയോടി. പൊള്ളുന്ന ചൂടിൽ കുട്ടനുറുമ്പ് കരഞ്ഞു സ്വയം പറഞ്ഞു, വയറ് നിറഞ്ഞിട്ടും കൊതി മാറാഞ്ഞത് വിനയായിപ്പോയി. അയ്യോ! ഇതാണ് ഇന്നത്തെ കഥ, കുട്ടനുറുമ്പിന്റെ കഥ. ഇതുപോലെയുള്ള വേറെയും രസകരമായിട്ടുള്ള ഉറുമ്പ് കഥകൾ ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. കുഞ്ഞനുറുമ്പിന്റെ ബുദ്ധി, ഉറുമ്പ് ഡോക്ടർ, ചിന്നൻ കട്ടുറുമ്പിന്റെ ചതി, കൊതിയൻ കട്ടുറുമ്പ്, തടിയനുറുമ്പും പൊടിയനുറുമ്പും, കട്ടുറുമ്പും നെയ്യുറുമ്പും, കറുപ്പനുറുമ്പിന്റെ സുന്ദരി പെണ്ണ്, പാവം ചോണനുറുമ്പ്, കിങ്ങിണി ഉറുമ്പും ഉമ്മിണി ഉറുമ്പും, ഇങ്ങനെ പറഞ്ഞ് വേറെയും കഥകളുണ്ട്. അപ്പോൾ കെ സുജിത് കുമാർ എഴുതിയ മാതൃഭൂമിയുടെ മിന്നാമിന്നി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഉറുമ്പ് കഥകൾ എന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിത്തരാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണേ. എന്നിട്ട് കഥ വായിച്ച് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് അറിയിക്കണേ. ഇനി നമ്മുടെ കൂട്ടുകാരുടെ പേരുകൾ പറയാം. സാഷ വാഗ്മി, ഐസൽ മറിയം, അലി ഹാദിൻ, ഹാനി ഇസ, എയ്ഡൻ നോവ, ഫെയ്ത്ത് അഗസ്റ്റിൻ, ജാൻവി,
കൈറ ആദിത്യ, മിയ മീമു, ഷേസ ഐഷ, വൈഷ്ണവ്, ധ്വനി, വിഹാൻ, വേദ, നൈൽ നിതാര, സിയ സാര അർജുൻ, നെഹാൻ ബിൻ ഷാഹിർ, അദ്വിക് ശരത്, വേദ, ഇവ, ധ്രുവൻ കൃഷ്ണ, ദേവാംശ്, ആദം ഷമീൻ, സൈൻ ഷാജി, റെയ്ഹാൻ ഷാജി, ഋതിക റേച്ചൽ ഷാജി, എയ്ഡ ഹെയ്സൽ. ഇനി നമ്മുടെ പിറന്നാൾ കുട്ടികൾ: വേദ നിഖിൽ, വിവാൻ രാജ് വി എസ്, പാർത്ഥിവ് രാജ് വി എസ്, ധാർമിക്, റയാൻഷ് പ്രദീപ്. പിറന്നാൾ കുട്ടികൾക്കും സ്നേഹമറിയിച്ച എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയാൻ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നമുക്ക് മെസ്സേജ് അയക്കണേ. ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.